My beautiful souls, welcome back to my channel, Unfolding the Major Blessings in December. ഡിസംബർ മാസം നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന മേജർ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. ഓക്കെ, സോ ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് മേ ബി നിങ്ങൾ അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഹോപ്പും ഇല്ലാത്ത ചില കാര്യമായിരിക്കാം, ഓർ നിങ്ങൾ ഒട്ടും കണക്ട് ചെയ്യാത്ത ചില കാര്യങ്ങളായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഡിസംബറിൽ വരാൻ പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഡിസംബർ മാസം സംഭവിക്കുന്ന മേജർ ബ്ലെസ്സിങ്സ് എന്നുള്ളത് നോക്കാം ഓൾ ടുഗെദർ. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലായിരിക്കാം, ലവ് റിലേഷൻഷിപ്പ്, കരിയർ, ഫൈനാൻസ് സിറ്റുവേഷൻ, ഓർ വേറെ എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള ബ്ലെസ്സിങ്സ്. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടുന്നൊരു ഗ്രേറ്റ് ബ്ലെസ്സിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിങ്സ് ട്രസ്റ്റ് ചെയ്യും. ഓക്കെ, ചെയ്യോ ഇല്ലയോ എന്നുള്ളതല്ല, നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത് അത് ഈവൻ ലൈക്ക് ഒരുപാട് കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ളൊരു ഫീലിങ്സ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത് പ്രോബ്ലി എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല, റൈറ്റ് പ്ലേസിൽ ആ ഒരു ഗട്ട് ഫീലിംഗ് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. റൈറ്റ്, അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ ആയിട്ട് തോന്നുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, സോ അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം ആ ഒരു മൊമെന്റിൽ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, ഓക്കെ, എന്ത് ഫീലിംഗ് ആണോ നിങ്ങൾക്ക് തോന്നുന്നത്, ഓർ എന്താണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നത്, ഓക്കെ, അതിൻ്റെ ഒരു തെറ്റും ശരി നിങ്ങൾ അന്വേഷിക്കാൻ നിൽക്കരുത്. എന്താണ് നിങ്ങളുടെ ശരി, എന്താണ് നിങ്ങളുടെ ഗട്ട് ഫീലിങ്സ് നിങ്ങളെടുത്ത് പറയുന്നത്, ട്രസ്റ്റ് ഇറ്റ്. ഓക്കെ, സോ അത് നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യും. അത് നിങ്ങളുടെ വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ ഇത് പ്രോബബ്ലി നിങ്ങളുടെ പല കൺഫ്യൂഷൻസും നിങ്ങളുടെ സറൗണ്ടിങ് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടും നിങ്ങളുടെ സറൗണ്ടിങ് കുറെ കൂടെ കാമായിട്ടും കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുറേ കാലമായിട്ട് ഒരു സിറ്റുവേഷനിലാണ്, അവിടെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, നിങ്ങളുടെ തന്നെ തോട്ട്സ് നിങ്ങൾ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരിക്കണം, മേ ബി അവിടെ ഒരുപാട് ആളുകൾ ഇൻവോൾവ് ആയിട്ടുണ്ടായിരിക്കാം. റൈറ്റ്, എന്തോ ഒരു കാര്യത്തിൽ നിങ്ങളുടെ എനർജി ഇങ്ങനെ സ്റ്റക്ക് നിൽക്കുന്നുണ്ടായിരിക്കണം. പക്ഷെ നിങ്ങൾ ചില കാര്യത്തിൽ നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ് ട്രസ്റ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അതുവരെ ബഹളം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം അവിടെ ഉണ്ടാവുന്നില്ല, നിങ്ങളുടെ പാത്ത് അവിടെ ക്ലിയർ ആയിട്ട് കിട്ടുകയാണ്. ഓക്കെ, എസ്പെഷ്യലി ആളുകളെ കൊണ്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ മേലെ നിങ്ങൾക്ക് അതുപോലത്തെ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മേലെ ഒരു വലിയൊരു കോൺഫിഡൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. അത് ബിക്കോസ് ലൈക്ക് നിങ്ങൾ സ്വയം നിങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്തു എന്നുള്ളൊരു സംതൃപ്തി നിങ്ങൾക്ക് അതിൽ ഉണ്ടാവുന്നുണ്ട്. ആ ഒരു കാര്യമായിരിക്കാം നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നതായിരിക്കാം നിങ്ങളുടെ മുന്നോട്ട് നിങ്ങളുടെ ലൈഫ് ക്ലിയർ ആയിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരിക്കാം. ഇറ്റ്സ് ലൈക്ക് നിങ്ങളുടെ വീല് കുറേ കാലമായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, പല റീസൺസ് കൊണ്ട് സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസിലാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ഒരു തീരുമാനം എടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഒരു വീല് നിങ്ങൾക്ക് തിരിയുന്നത് പോലെ, കാലം നിങ്ങൾക്ക് വേണ്ടി വീണ്ടും സഞ്ചരിക്കുന്നത് പോലത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഓക്കെ, ക്ലിയർ ആക്കുന്നുണ്ട് നിങ്ങളുടെ പാത്ത്. നിങ്ങൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ ആണ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു പാത്ത് ക്ലിയർ ആക്കുന്നത്. ഓക്കെ, ഇത് പ്രോബബ്ലി നിങ്ങൾ ഒരുപാട് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ടുള്ളതോ ആയിട്ടുള്ള ചില സിറ്റുവേഷൻ ആയിരിക്കാം. സോ അതിൻ്റെ മേലെ ആയിരിക്കാം നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിംഗ് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്നത്. ചില തീരുമാനങ്ങൾ എടുക്കാനായിരിക്കാം, ചില കാത്തിരിപ്പ് അവസാനിക്കുന്നതായിരിക്കാം. നിങ്ങളുടെ ആ ഒരു ഗട്ട് ഫീലിങ്സിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ പല കാത്തിരിപ്പ് അവസാനിക്കുന്നുണ്ട്. പല കാര്യങ്ങളുടെയും ഒരു സ്മൂത്ത് ഫ്ലോ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതലൊരു സംതൃപ്തി ഉണ്ടാവുക നിങ്ങൾക്ക് മനസ്സിന് അത്രയും ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ മനസ്സിന് ശരിയെന്ന് തോന്നുന്ന കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ള ആ ഒരു സംതൃപ്തി ഡെഫിനറ്റ്ലി നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, സോ വേറെ എന്തൊക്കെ മേജർ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ഡിസംബർ മാസം? ഇത് നിങ്ങൾ വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് ഓൾ ഓഫ് സഡൻ നിങ്ങളവിടെ കൂടുതൽ നിങ്ങൾ അത്ര കാലം ചിന്തിപ്പിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊന്നും നിങ്ങൾ അങ്ങനത്തെ ലോജിക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നീട് നിങ്ങൾ അവിടെ കണക്ട് ചെയ്യില്ല. ഓക്കെ, സോ എന്നത് പ്രോബബ്ലി ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൈൻഡ് ഓഫ് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആളുകളെ മീറ്റ് ചെയ്യുക, റീകൺസിലിയേഷൻ, ചില ആളുകൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള യാത്രകൾ ഉണ്ടാവുന്നുണ്ട്, വേറെ പ്ലേസിലോ വേറെ കൺട്രിയിലോ പോകാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ഓൾ ഓഫ് സഡൻ മേ ബി നിങ്ങളുടെ വെക്കേഷൻ നിങ്ങൾ വേറെ ഏതെങ്കിലും കൺട്രിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടായിരിക്കണം, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളായിട്ട്, ഓർ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചോ, എന്തൊക്കെ കാര്യങ്ങൾ ലൈക്ക് സെർവ് ചെയ്യണമെന്നോ വാങ്ങിക്കണമെന്നോ വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള പല കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ഇതൊക്കെ റൈറ്റ് പ്ലേസിൽ നിങ്ങളുടെ ലൈഫിൽ സെർവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെയുള്ള ആ ഒരു പ്രസൻസ് ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് അഗെയിൻ നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ ഒരു ഗട്ട് ഫീലിങ്സ് വർക്ക് ആവുന്നത് നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ലൈക്ക് ഓക്കെ ഞാനത് ചെയ്യാൻ പോവാണ്
എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കാം, അല്ലെങ്കിൽ അത് ജോബ് ആയിരിക്കാം, നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഒരു ജോബ് ആയിരിക്കാം. ബിക്കോസ് നിങ്ങൾക്ക് അവിടെ ഫൈനാൻഷ്യൽ ഫ്രീഡം കൂടെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആക്കുന്നുണ്ട്. ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്ന് മാത്രം എന്നുള്ളതല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ക്യാഷ് സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അത് വലിയൊരു ബ്ലെസ്സിങ് ആണ് ചില ആളുകൾക്ക് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് ക്യാഷ് ഉണ്ടാവും, നിങ്ങൾക്ക് ഓക്കെ ഇന്ന ആളുകൾക്ക് കൊടുക്കണോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണോ, മേ ബി നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം അല്ലേ, നിങ്ങൾക്ക് അത്രയും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ചെയ്തു കൊടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യം ഉണ്ടായിരിക്കും. അത് അത്ര സന്തോഷത്തോട് കൂടിയിട്ട് നിങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ചില ആളുകൾക്ക് വലിയൊരു ബ്ലെസ്സിങ് ആണ്. അത്ര അതിനേക്കാളൊരു മനസ്സിനൊരു സന്തോഷം നമുക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റൈറ്റ്. സോ പല ആളുകൾക്കും നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഉണ്ടായിട്ടുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടായിരിക്കണം. സോ ഈ ഒരു ഡിസംബർ മാസം നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ ഇല്ലാണ്ടാവുക എന്നുള്ളതല്ല, ബട്ട് ഡെഫിനറ്റ്ലി ആ ഒരു സ്ട്രഗിളിൽ നിന്ന് പുറത്തേക്ക് വരാൻ വേണ്ട ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഡിസംബർ മാസം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസൈറ്റ് ഉണ്ടാവുന്നുണ്ട്. അത് ഫൈനാൻഷ്യലി മാത്രം എന്നുള്ളതല്ല, നിങ്ങൾ കുറേ കാലമായിട്ട് സ്റ്റക്ക് ആയിട്ട് നിന്നിട്ടുള്ള നിങ്ങളുടെ ചില തോട്ട്സ്, ചില ഇമോഷണൽ സിറ്റുവേഷന് പുറത്തേക്ക് വരാനുള്ള, ഫൈനലി നിങ്ങൾ അതിന് പുറത്തേക്ക് വരാനുള്ള ഒരു കീ നിങ്ങൾക്ക് ഉണ്ടാവുകയാണ്, ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയാണ് സിറ്റുവേഷൻസ് ചേഞ്ച് ആക്കാനുള്ളത്. വലിയൊരു കാത്തിരിപ്പ് അവസാനിക്കുന്നുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാണാനൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഒരു കാത്തിരിപ്പൊക്കെ എന്താവുന്ന ഒരു അവസ്ഥയും കൂടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വലിയൊരു സൊല്യൂഷൻ ഉണ്ടാവുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഡിസംബർ മാസം? ലെറ്റ്സ് സീ, വേറെ എന്തൊക്കെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം ഇൻ ദ മന്ത് ഓഫ് ഡിസംബർ? ഓക്കെ, സോ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, റൈറ്റ് ആളുകളുടെ സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്. ഒരു ടീം വർക്ക് ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിൽ നിങ്ങളുടെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. അതായത് റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിന് അവിടെ റൈറ്റ് ആയിട്ടുള്ള ആളുകൾ വേണം അല്ലേ, അവർ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഫൈനാൻഷ്യൽ സ്ട്രഗിൾ കൂടിയാണ് പോവുക, അവിടെ നിങ്ങൾക്ക് റൈറ്റ് ആയിട്ട് ആരൊക്കെയാണോ നിങ്ങളെ സഹായിക്കാൻ സാധിക്കുക, അവിടെ അങ്ങനത്തെ ആളുകൾ നിങ്ങളുടെ ലൈഫിൽ അപ്പിയർ ചെയ്യുന്നുണ്ട്. മേ ബി ലൈക്ക് നിങ്ങൾ ഇമോഷണലി സ്റ്റക്ക് ആയിരിക്കാം, നിങ്ങൾ ആരെങ്കിലും ഒരുപാട് കാത്തിരിക്കുന്നുണ്ടായിരിക്കണം, അവിടെ നിങ്ങളുടെ ആ ഒരു റൈറ്റ് പേഴ്സൻ്റെ ഒരു എൻട്രി ഉണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ യാത്ര കുറച്ചുകൂടി സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഡിസംബർ മാസം. ഓക്കെ, സോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു ഫിസിക്കൽ ഫോം, അല്ലെങ്കിൽ അത് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ റിയൽ ലൈഫിൽ. ഓക്കെ, അത് ക്യാഷ് ആണെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഏറ്റവും ബ്യൂട്ടിഫുള്ളി സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആരൊക്കെയോ സന്തോഷിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് വലിയൊരു സന്തോഷമായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ വലിയൊരു ആഗ്രഹം ചെയ്തു തീർക്കുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വലിയൊരു കടമ നിങ്ങൾ ചെയ്തു തീർക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ കടമ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കണം, ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കണം. അത് വളരെ ബ്യൂട്ടിഫുള്ളി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ലെറ്റ്സ് ടേക്ക് ഫ്യൂ മോർ മെസ്സേജ്. വാട്ട് മേജർ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ഫോർ യു? ഇത് പ്രോബബ്ലി നിങ്ങളുടെ മനസ്സിൽ കിടന്നിട്ടുള്ള കുറേ കാര്യമാണ് നിങ്ങളുടെ ഒരു റിയാലിറ്റിയിൽ വരുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈവൻ ചില തോട്ട്സ് നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ പോലും ചില തോട്ട്സ് നിന്ന് നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുന്നുണ്ടാവില്ല അല്ലേ. സോ ചിലത് നമ്മുടെ ലൈഫിൽ അത്ര ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. സോ അങ്ങനത്തെ ചില കാര്യങ്ങൾ, ചില ഡിസൈർസ് ആണ് നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. റിലേഷൻഷിപ്പിൽ വരുന്ന സമയത്ത് അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ റൊമാൻറ്റിക് ലൈഫ് വളരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ഹോപ്പ് തരുന്ന ഒരു ടൈമും കൂടിയാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാനുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവും, ഇന്ന രീതിയിൽ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അത് കൂടുതൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ ഐഡിയാസ് ഒക്കെ പല രീതിയിൽ നിങ്ങൾക്ക് കുറെ കൂടെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ അത് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, അതായത് ഈവൻ ബിസിനസ്സിലൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു ഗ്രേറ്റ് വെയിറ്റിങ്ങിൻ്റെ ഒരു റിസൾട്ടാണ് ഡിസംബർ മാസം നിങ്ങൾ പെർഫോം ചെയ്യാൻ പോകുന്നത്. പല ആളുകൾക്കും പല പല രീതിയിലായിരിക്കാം. ഓക്കെ, എത്ര ആളുകൾ നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയൂ ഡിസംബർ മാസം. ഓക്കെ, അത് നിങ്ങളുടെ ജോബ് റിലേറ്റഡോ ഓർ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വെക്കേഷൻ പ്ലാൻസ് മേ ബി ഉണ്ടായിരിക്കണം. അത് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്കായിരിക്കാം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കുക. അതും വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകളുടെ കൂടെയോ അല്ലെങ്കിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യമായിരിക്കാം. റൈറ്റ്, സോ നിങ്ങൾ റിലേറ്റ് ചെയ്യുക എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇത് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഇത് സംഭവിക്കുന്ന സമയത്ത് നിങ്ങൾ പറയാൻ മറക്കരുത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ബൈ.